ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ രാഹുൽ. അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അറിയാം ഹാപ്പി ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ എൻ്റെ അച്ഛനാണ് കൂടെ ഉള്ളത്. അപ്പം അച്ഛൻ ഉണ്ടാക്കിയ ഒരു ചെറിയ കിടിലം ചട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മേക്കിംഗ് വീഡിയോസ് നമുക്ക് പറയാൻ പോകുന്നത് വീഡിയോ എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണെന്ന് അച്ഛൻ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും ലളിതമായി വീട്ടിലുണ്ടാക്കുന്ന ഒരു ചെടിച്ചട്ടിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ അച്ഛൻ നമ്മളെ വ്ളോഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് എല്ലാ മിക്ക പാരൻസും വീട്ടിലാണ്. അപ്പം എൻ്റെ അച്ഛൻ ചുമ്മാ ഹോബിയാണ് ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഹോബിയാണ് അച്ഛന്. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലൊരു കിടിലം വീട്ടിലുള്ള സിമ്പിളായി പോലും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് അച്ഛനൊന്ന് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എനിക്കൊന്നും അറിയില്ല, ഫുൾ ഡീറ്റെയിൽസ് അച്ഛന് മാത്രമേ അറിയാവുള്ളൂ. നമുക്ക് എങ്ങനെയാണെന്ന് അച്ഛനോട് ചോദിച്ചു നോക്കാം. കുറച്ച് സിമെൻറ്റും കുറച്ച് മണലും മാത്രം മതി. വളരെ ചിലവ് ചുരുങ്ങിയ ഇതുണ്ടാക്കുന്നത്. നിസാരം ഒരു 10-30 രൂപ അത്രേ ആവത്തില്ല. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, വീഡിയോ കിടക്കാം. നമുക്ക് ആവശ്യമുള്ളത് 2 കപ്പ് മണലും 1 കപ്പ് സിമെൻറ്റും ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രവും വേണം. ആദ്യം മണലിൽ ഈ സിമെൻറ്റ് വയ്ക്കുക. കുറച്ച് മാറ്റി വയ്ക്കുക. നമ്മൾ 2 കപ്പ് മണൽപ്പൊടിയിലാണ് 1 കപ്പ് സിമെന്റ് ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ച് അത് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് ലൂസായി പോരുത്. നല്ല പൊടി പരുവത്തിന് ചാന്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചാന്ത് റെഡി ആയിട്ടുണ്ട്. സിമെൻറ്റ് മിക്സ് ചെയ്ത ചാന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിക നിർമ്മാണം തുടങ്ങാം. ആദ്യം നമ്മുടെ അച്ച് റെഡി ആയിട്ടുണ്ട്. അച്ചിന് ഓയിൽ തേക്കണം. ഇതിൽ ചട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഓയിൽ ഇതിൽ തേക്കണം. കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇത് മൊത്തം തേച്ച് പിടിപ്പിക്കണം. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് ഓയിൽ തേക്കുന്നത്. ഓയിൽ തേച്ചില്ലെങ്കിൽ ഇളകും, എന്നാൽ പെട്ടെന്ന് ഇളകി വരും ഓയിൽ തേച്ച്. ഇത്രയേ ഉള്ളൂ. കുറച്ച് സിമെൻറ്റ് മാറ്റി വെച്ചിരുന്നു. അതെടുത്ത് ശകലം വെള്ളം ഒഴിച്ച് ഗ്രൗട്ടാക്കുക. വെള്ളം കൂടി പോകരുത്. വെള്ളം ചേർത്ത് ഗ്രൗട്ടാകുക. വെള്ളം കൂടി പോകരുത്. ഈ കണക്കെ മതി. ഈ കണക്കിന് ഗ്രൗട്ട് വേണം. എന്നിട്ട് ഇതിൽ നടുക്ക് വെക്കണം. ഒഴിച്ചിട്ട് മൊത്തം ഇങ്ങനെ കറക്കി കൊടുക്കും. എന്നിട്ട് നമുക്കിതിൽ നിറയ്ക്കാം.
എല്ലാതും ഇതുപോലെ കുറേശ്ശെ എടുത്ത് എല്ലാതും കൈ കൊണ്ട് തന്നെ അമർത്തി പിടിപ്പിക്കുക. വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും. വളരെ ചിലവും കുറവാണ്. ഏതാണ്ട് പകുതിയോളം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളു. കൃത്യമായിരുന്നു. 2 ചട്ടി മണലും 2 കപ്പ് മണലും 1 കപ്പ് സിമൻറ്റ്. നമുക്കിനി കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം നനച്ചിട്ട് ഷേപ്പ് ചെയ്യും. ഇനി ചെയ്യാനുള്ളത് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ചെറിയൊരു സ്പൂണുണ്ട്. ചെറിയൊരു സ്പൂൺ. ഈ സ്പൂൺ എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ല ഫിനിഷിങ് കിട്ടും. ആള് ചട്ടി ഉണ്ടാക്കാൻ നല്ലൊരു പ്രോയാണ്. നമുക്ക് 2-3 ഉണ്ടാക്കി ചട്ടിയുടെ റിവ്യൂ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ചട്ടിയും അച്ഛൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനത്തെ ഒരു ചട്ടി ഉണ്ടാക്കി. ഈ ഒരു മനുഷ്യൻ്റെ കാലുവരെ കാണുന്ന ഒരു ചെടിച്ചട്ടിയാണ്. അതും അച്ഛൻ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. ഈ കാണുന്ന 2 ചട്ടിയും അച്ഛൻ ഉണ്ടാക്കിയതാണ്. ഈ ഓറഞ്ച് കളറും ബ്ലൂ കളറും. സ്പൂണിട്ട് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കി വരുന്ന സിമെന്റ് കൊണ്ട് ഇതിന്റെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചട്ടിക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഓക്കെ, ഇതുപോലത്തെ കിടിലം വീഡിയോ ഇനിയും വരും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ അളവെല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതാ കറക്റ്റായിട്ട് സിമൻറ്റും തീർന്നിട്ടുണ്ട്, ചട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കാണണം, എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കണം. വളരെ എളുപ്പമാണ്, വളരെ ചിലവ് ചുരുക്കി നമുക്ക് വീട്ടിലുണ്ടാക്കാം. നല്ല അടിപൊളിയായി പെയിൻ്റൊക്കെ ചെയ്ത് വെച്ച് നല്ല സൂപ്പർ പെയിൻറ്റ് ചെയ്ത ചട്ടികളവിടെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, അച്ഛൻ ഉണ്ടാക്കിയ 2-3 ചട്ടിയിലാണ് അത്ര കാണിച്ചു തന്നത്. ഇത് പെയിൻ്റ് അടിച്ചതാണ്. ചെടിച്ചട്ടി തീർന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചെയ്യാനുണ്ട്. വെള്ളം പോകാൻ വേണ്ടി നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അത് ഹോളിടാൻ ആരും മറക്കരുത്. അവസാനം രണ്ടാമത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല ഭംഗിയായി ഉണങ്ങാൻ വേണ്ടി 48 മണിക്കൂർ വേണം. എവിടെയെങ്കിലും നല്ല ഒരു സ്ഥലത്ത് കൊണ്ട് ഇത് ഭദ്രമായിട്ട് ഉണങ്ങാൻ അനുവദിക്കുക. അതിനുശേഷം ഇതിനെ കമത്തി വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അത് കാണിച്ചു തരാം. നമ്മുടെ ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇളക്കാൻ പോവുകയാണ്. തിളപ്പിച്ച വെള്ളമാണ്, നല്ല വെട്ടി തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളത്തിൻ്റെ മുകളിലൊക്കെ ഒഴിക്കും.
ചട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു കിടിലൻ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ രാഹുൽ സൈനിങ് ഓഫ്.